Hi, hello guys. Welcome to our channel ABA Vlog. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് രണ്ട് സന്തോഷ വാർത്തകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ കടയിൽ എൻ്റെ വാപ്പിക്കൊരു ബിരിയാണി കടയാണ്. ഞങ്ങളുടെ കടയിൽ നിന്ന് വൺ ഓഫ് ദ ഫേമസ് യൂട്യൂബർ സനീസ് മീഡിയ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും സനീസ് മീഡിയയെ പറ്റി. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് അദ്ദേഹം ഞങ്ങളെ കടയിൽ വന്നു, വീഡിയോ പിടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സന്തോഷം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഭയങ്കര സന്തോഷം. താങ്ക്സ് ടു സപ്പോർട്ട് മീ. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇതിനകത്തിട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണേ. ദേണ്ടേ, ഈ മനുഷ്യൻ കുത്തിക്കോരുന്ന ബിരിയാണിയുടെ വില 60 രൂപ. യൂട്യൂബിന്റെ ഒരു 100% വരുമാനം ഉണ്ടെങ്കിൽ അത് 80% പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സാനി എന്ന് പറയുന്നത്. എനിക്ക് സഹായത്തിന് വേണ്ടി സംസാരിക്കാം. ഞാൻ പറയണമല്ലോ, കാരണം ഞാൻ ഉൾഗ്രാമത്തിൽ കിടക്കുന്ന ഈ സൈനി എന്ന് പറയുന്ന ഒരാൾ വന്ന് വീഡിയോ പിടിച്ചതിന് ശേഷമാണ് എന്നെ നാട്ടുകാർ അറിയാൻ തുടങ്ങി. ഈ ബിരിയാണി പൊട്ടിക്കാൻ പോവാ. കല്യാണ വീട്ടിലെ അതേ രുചിയോട് കൂടി തന്നെ ഇത് ചെയ്യുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴയിൽ 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന ഒരു കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ച കടയാണ്. അപ്പോൾ ഇന്നും ആ ഒരു കട 60 രൂപയ്ക്ക് തന്നെ ബിരിയാണി കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വട്ടയാൽ ചർച്ച്, സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് മത്ത് ഹം ബിരിയാണി. ഈ ബിരിയാണി കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 60 രൂപയ്ക്കാണ് ഇവിടെ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത്, 80 രൂപയ്ക്ക് ബീഫ് ബിരിയാണിയും. ഈ ഒരു സമയത്തും ആ ഒരു ബിരിയാണി ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ കാണിക്കുന്ന ആ ഒരു ഇക്കാടെ മനസ്സ് അത് അംഗീകരിക്കുക തന്നെ വേണം. ആൾക്കാർ ഈ ഒരു സമയത്ത് കൊണ്ട് കയറി തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ബിരിയാണി വാങ്ങിക്കാൻ വരുന്നത്. ചെമ്പ് നിറയെ ബിരിയാണി ഉണ്ടാവും. ഞായറാഴ്ച ദിവസങ്ങളിൽ ഫ്രൈഡ് റൈസും ഉണ്ട്, ചിക്കനും ഉണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു കടയുടെ പുതിയ കാഴ്ചകൾ കാണാം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വന്നതിന് ശേഷം ഈ ഒരു കടയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതുകൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു കട പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കുന്നതിൻ്റെ കാഴ്ച. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം, എന്നിട്ട് നല്ല ചൂട് ബിരിയാണി കഴിക്കാം. ഈ 60 രൂപയ്ക്കൊക്കെ ഈ ബിരിയാണി കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാ ഇപ്പോഴും ഈ ഒരു സമയത്തും? അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നി ഞാൻ ചെയ്ത്. ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ. ഞാൻ അന്ന് വരുമ്പോഴും ഈ കടയിൽ എത്ര രൂപ ബിരിയാണിക്ക് വില? അന്നും 60 രൂപയായിരുന്നു. അന്നും 60 രൂപ, ഇന്നും 60 രൂപ. അപ്പൊ ദിവസം ഏതൊക്കെ ബിരിയാണിയാണ് ചെയ്യുന്നത്? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. ചിക്കൻ ബിരിയാണി 60 രൂപയും ബീഫ് ബിരിയാണി 80 രൂപയും. പിന്നെ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനും കൊടുക്കുന്നു. ഞായറാഴ്ച അത് സ്പെഷ്യലാണ്. ഓക്കെ. അത് 100 രൂപ റേറ്റാ. 100 രൂപ റേറ്റ്. ഫ്രൈഡ് റൈസും ചിക്കൻ ഇന്ത്യ ഗേറ്റ് ഇട്ടാ വെക്കുന്നത്. അപ്പൊ ബിരിയാണി എന്തിട്ടാ വെക്കുന്നത്? ബിരിയാണി വംശി അരി, ആലപ്പുഴ ഫേമസ് അരിയാ. ആലപ്പുഴയിലെ ഫേമസ് അരി അല്ലേ? വംശി. അപ്പൊ 60 രൂപക്ക് ഒരു ബിരിയാണി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ 88 രൂപ വിലയുള്ള അരിയാ. 88 രൂപ വിലയുള്ള അരി 60 രൂപയ്ക്ക് ബിരിയാണിക്ക് കൊടുക്കുന്നു. കൊള്ളാം. നമ്മൾ ആരെയും ഒന്നും നോക്കിയിട്ടല്ല, വില കുറച്ച് കൊടുക്കണമെന്ന് തോന്നി കൊടുത്ത്. നമ്മൾ അന്ന് വന്നതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കച്ചവടമൊക്കെ? അടിപൊളിയായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തോന്നല്ലേ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ. നമ്മൾ പിന്നീട് ചെല്ലുമ്പം കടയിലോട്ട്, പുത്തൻ കടയിലേക്കൊക്കെ മാറി കച്ചവടമൊക്കെ ഉഷാറാകുമ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും. ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളെ എന്റെ കാര്യങ്ങളല്ലേ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ എടുക്കുന്ന സാനി എന്ന് പറയുന്ന ഒരു വ്യക്തി നിസ്സാരക്കാരനല്ല, ഒരുപാട് പാവപ്പെട്ടവർ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. സന്തോഷം. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ പാവപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യണം. കാരണം അല്ലല്ല, ഇത് എനിക്ക് എന്റെ ഇഷ്ടത്തിൽ ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഒരുപാട് നിർദ്ധരായ പാവപ്പെട്ടവർ സഹായിക്കുന്നതാണ്. ഈ യൂട്യൂബിന്റെ ഒരു 100% വരുമാനം ഉണ്ടെങ്കിൽ അത് 80% പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും സൈനീസ് മീഡിയക്ക് എനിക്ക് സഹായത്തിന് വേണ്ടി സംസാരിക്കാം. ഞാൻ പറയണമല്ലോ, കാരണം ഞാൻ ഉൾഗ്രാമത്തിൽ കിടക്കുന്ന ഈ സൈനി എന്ന് പറയുന്ന ഒരാൾ വന്ന് വീഡിയോ പിടിച്ചതിന് ശേഷമാണ് എന്നെ നാട്ടുകാർ അറിയാൻ തുടങ്ങി. സന്തോഷം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയട്ടെ. എന്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. നിങ്ങൾ പറഞ്ഞു തന്നിട്ടതും അല്ല,
ഞാനിവിടെ വരുമ്പോ ആദ്യമായിട്ട് ഒരു ചെറിയ എന്താ പറയണ്ടേ ഒരു ചെറിയ ചെമ്പിനകത്ത് ചെയ്യുമായിരുന്നു ബിരിയാണി. തീർച്ചയായിട്ടും പിന്നീട് ആ ഒരു കട എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. വില കുറച്ചേക്കാന്ന് മനസ്സിലൊരു നിയത്താക്കി, അപ്പൊ പിന്നെ കുറച്ചതാ, അല്ലാതെ ആരെ തോപ്പിക്കാനൊന്നും അല്ല. ഇക്കട ചെമ്പ് പൊട്ടുമ്പോ ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കും അല്ലേ? തീർച്ചയായിട്ടും ഇവിടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടാ. ക്യൂ ഉണ്ട്, ചെറിയ ക്യൂ ഉണ്ട്, തുടങ്ങുന്നേ ഉള്ളു കേട്ടാ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇക്കട ബിരിയാണിയുടെ നല്ല അടിപൊളി ബിരിയാണിയുടെ കാഴ്ചകളാണ് കേട്ടോ. 2 ചെമ്പുണ്ട്, അതിനകത്ത് 1 ചിക്കനും 1 ബീഫും ആണ് കേട്ടോ. 1 ബീഫ് ലെഗ് പീസ് തന്നെ കിട്ടിയേക്കുന്നത് കണ്ടോ. ഇത്രയും റൈസും ഉണ്ട്. ഇത് കൊടുക്കുന്നത് 60 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ആണെങ്കിൽ അത് 80 രൂപ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാനലിൻ്റെ ആ ഒരു തുടക്ക സമയത്ത് നമ്മളിങ്ങനെ ഓടി നടന്ന് കടകൾ പരിചയപ്പെടുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ച കടയാണ്. അന്ന് ഒരുപാട് പ്രേക്ഷകർ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പുതിയ സ്ഥാപനം വട്ടയാലുപള്ളി. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് 10 ആ പേര് തന്നെ. അടിപൊളി ബിരിയാണി. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട് ബിരിയാണിക്ക്. ഇതിപ്പോ എനിക്ക് എടുത്തിരിക്കുന്ന രീതിയിലാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് പ്രത്യേകം എടുത്തതല്ല, ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്ന ഒരാൾക്ക് കേട്ടോ. ചെമ്പിവിടെ കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വന്നിരുന്നു ബിരിയാണി വാങ്ങിയത്. കാരണം 60 രൂപയ്ക്ക് ഇവിടെ എങ്ങും കിട്ടത്തില്ല. സാധനങ്ങളുടെ വിലയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 60 രൂപയ്ക്ക് എങ്ങും കിട്ടത്തില്ല ബിരിയാണി. കടയൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാക്കില്ലേ. പഴയ കടയിൽ നിന്ന് മാറി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം കുറച്ച് മീറ്ററുള്ളൂ, 100 മീറ്റർ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് തന്നെ വട്ടയാല് പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു